നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലും പങ്കുവയ്ക്കുന്നത്. ഏവർക്കും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. കാൽക്കുലേഷൻ ഓഫ് ആവറേജ് എമോളുമെന്റ്. ക്വാളിഫയിങ് സർവീസിന്റെ അവസാനത്തെ 10 മാസം കണക്കിലെടുത്തുള്ള ഒരു മാസത്തെ ശരാശരി ശമ്പളമാണ് ആവറേജ് എമോളുമെന്റ്. ആവറേജ് എമോളുമെന്റ് കണക്കാക്കുമ്പോൾ DA ഉൾപ്പെടാൻ പാടില്ല. അവസാനത്തെ 10 മാസ കാലയളവിൽ യോഗ്യതാ സർവീസായി കണക്കാക്കാവുന്ന ലീവോ സസ്പെൻഷനോ ഉണ്ടെങ്കിൽ ആ കാലയളവിൽ ലഭിക്കുമായിരുന്ന ശമ്പളം കണക്കാക്കാം. എന്നാൽ ആ കാലയളവ് നോൺ ക്വാളിഫയിങ് സർവീസ് ആണെങ്കിൽ അതിനു മുമ്പുള്ള മാസങ്ങളിലെ ശമ്പളം കണക്കിലെടുക്കാം. ആവറേജ് എമോളുമെന്റ് ടോട്ടൽ ഓഫ് ലാസ്റ്റ് 10 month പേ ബൈ 10. ആവറേജ് എമോളുമെന്റ് കണക്കാക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. സൂപ്പർ ആനുവേഷൻ 31/10/2006, പേ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2005 10,790. പേ സ്കെയിൽ തന്നിട്ടുണ്ട് 7,740 to 11,910. 1/1/2006 മുതൽ 31/10/2006 വരെയുള്ള 10 മാസത്തെ പേ ആണ് കണക്കിലെടുക്കേണ്ടത്. 1/1/2006 പേ 10,790 ആണ്. 1/4/2006 പേ മാറുന്നു. പേ 11,070 ആണ്. ലാസ്റ്റ് 10 months എമോളുമെന്റ്സ് 1/1/2006 to 31/3/2006 10,790 × 3 32,370. 1/4/2006 to 31/10/2006 11,070 × 7 77,490. ടോട്ടൽ 1,09,860. ആവറേജ് എമോളുമെന്റ്സ് 1,09,860 ബൈ 10 10,986. എക്സാമ്പിൾ 2. ഡേറ്റ് ഓഫ് ബർത്ത് 29/6/1944. സൂപ്പർ ആനുവേഷൻ 55. പേ ഓൺ 1/1/98 5,250. പേ ഓൺ 1/1/99 5,375. റിട്ടയർമെന്റ് ഡേറ്റ് 30/6/99. ലാസ്റ്റ് 10 month എമോളുമെന്റ്സ് 1/9/98 to 31/12/98 5,250 × 4 21,000. 1/1/98 to 30/6/99 5,375 × 6 32,250. ടോട്ടൽ 53,250. ആവറേജ് എമോളുമെന്റ് 53,250 ബൈ 10 5,325. പെൻഷൻ 4 വിധം. കോമ്പൻസേഷൻ പെൻഷൻ. ഒരു പെർമനന്റ് പോസ്റ്റ് നിർത്തലാക്കിയാൽ ജീവനക്കാരൻ മറ്റൊരു ജോലി സ്വീകരിക്കാതെ പിരിഞ്ഞു പോകാൻ തയ്യാറായാൽ അനുവദിക്കുന്ന പെൻഷനാണ് കോമ്പൻസേഷൻ പെൻഷൻ. ഇൻവാലിഡ് പെൻഷൻ. സാംക്രമിക രോഗം മൂലമോ ശാരീരിക മാനസിക വൈകല്യം മൂലമോ ജോലിയിൽ തുടരാൻ കഴിയാതെ സർവീസിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടി വന്നാൽ അനുവദിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. സൂപ്പർ ആനുവേഷൻ പെൻഷൻ. ഒരു നിശ്ചിത വയസ്സിൽ പെൻഷനാകുന്ന ജീവനക്കാർക്ക് നൽകുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. റിട്ടയറിംഗ് പെൻഷൻ. 20 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് പൂർത്തിയാക്കി സ്വമേധയാ വിരമിക്കുന്ന ജീവനക്കാർക്ക് അനുവദിക്കുന്ന പെൻഷനാണ്
റിട്ടയറിംഗ് പെൻഷൻ. റിട്ടയറിംഗ് പെൻഷൻകാർക്ക് പരമാവധി 5 വർഷം വരെ വെയിറ്റേജ് അനുവദിക്കുന്നതാണ്. കാൽക്കുലേഷൻ ഓഫ് പെൻഷൻ. മിനിമം ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ 10 years. ക്വാളിഫയിങ് സർവീസ് റിക്വയർഡ് ഫോർ ഫുൾ പെൻഷൻ 30 years. പെൻഷൻ കണക്കാക്കുന്ന വാക്യം ആവറേജ് എമോൾമെന്റ് ബൈ 2 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ബൈ 30. മിനിമം പെൻഷൻ 8500. മാക്സിമം പെൻഷൻ 60000. എക്സാമ്പിൾ 1. പെൻഷൻ കണക്കാക്കാനുള്ളൊരു കേസാണിത്. സൂപ്പർ ആനുവേഷൻ 30/4/2013. ക്വാളിഫയിങ് സർവീസ് 30. ബേസിക് പേ ഓൺ 1/7/2012 24,040. ലാസ്റ്റ് 10 month പേ 1/7/2012 മുതൽ 30/4/2013 വരെയാണ്. അതുകൊണ്ട് ആവറേജ് എമോൾമെന്റ് 24,040 ആണ്. ഇവിടെ ക്വാളിഫയിങ് സർവീസ് 30 വർഷമായതുകൊണ്ട് ഫുൾ പെൻഷനാണ് ലഭിക്കുന്നത്. ആവറേജ് എമോൾമെന്റിന്റെ പകുതിയാണ് ഫുൾ പെൻഷൻ. പെൻഷൻ 24,040/2 12,020. എക്സാമ്പിൾ 2. ബേസിക് പേ 30,000 ഓൺ 1/6/12. സൂപ്പർ ആനുവേഷൻ 31/5/2013. ക്വാളിഫയിങ് സർവീസ് 15 വർഷം. ഇവിടെ ലാസ്റ്റ് 10 month പേ കണക്കാക്കേണ്ടത് 1/8/12 മുതൽ 31/5/13 വരെയാണ്. പേ 30,000 മാറ്റം വരുന്നില്ല. ആവറേജ് എമോൾമെന്റ് 30,000. പെൻഷൻ 30,000 ഇൻറ്റു 15/2 ഇൻറ്റു 30 7,500. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.